പൂക്കുറ്റിപ്പുട്ട് വേണോ? പൂക്കുറ്റിപ്പുട്ട്. നിങ്ങൾക്ക് ഇത് തരാൻ തികയില്ലല്ലോ. പക്ഷെ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തന്നാ മതിയോ? എന്നാ വേഗം ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. നമ്മള് ചോളപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ, മഞ്ഞ കളറിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചോളപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങയൊക്കെ ചേർത്തിട്ടാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം പുട്ടൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതിന് വേറെ കടലക്കറിയോ അല്ലെങ്കിൽ വേറെ തരം എന്ത് കറിയുടെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഷേപ്പും കളറൊക്കെ കാണുമ്പോൾ അവർ താനെ കഴിച്ചോളും. പക്ഷെ നമ്മളിവിടെ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ കടലക്കറി ഉണ്ടാക്കാൻ നമുക്ക് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളിന്ന് ഒരു ആർഭാടത്തിനാട് ആയിക്കോട്ടെ, കഴിക്കല്ലേ, വിസ്തരിച്ചുകൊണ്ട് കഴിക്കാലോ. ആദ്യം ഒരു കടായി വെക്കുക, അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവോള, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിലധികം ഇട്ടോളൂ കേട്ടോ. കാരണം മല്ലിയുടെ ഒരു ടേസ്റ്റ് ആണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. കുറച്ച് തക്കാളി, 2 പച്ചമുളകും കൂടെ കീറിയത് നന്നായിട്ട് ഇട്ട് വഴറ്റിയെടുത്ത് ചൂടാറിയതിനു ശേഷം ഇതേപോലെ അരച്ചെടുക്കുക. ഇനി കടായി അടുപ്പത്ത് വെച്ച് നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരപ്പും കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. നന്നായിട്ട് ഇങ്ങനെ കട്ടക്കി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ പൂക്കുറ്റിപ്പുട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.